വാങ്ങിച്ചു വെക്കലൊക്കെ വായനയൊക്കെ കണക്കില്ല. ഞാൻ കാണിച്ച പോക്കൃത്തിലോ എഴുതിയിട്ടുണ്ട്. ഓ നീ ഇതൊന്നും എഴുതലടാ, നാണക്കെടല്ലേ. പങ്കമല്ല, ചെറിയ എന്തെങ്കിലും കാര്യത്തിൽ 2 ദിവസം അഭിനയിക്കാൻ വന്നിട്ട് ക്യാരക്ടർ ചേട്ടാ നമുക്ക് കുറേ ദിവസം നടക്കണേ ചേട്ടാ, നമുക്ക് ക്യാരക്ടറൊന്നും കിട്ടണം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ നിരാശപ്പെടണമെങ്കിൽ പിന്നെ ഞാനൊക്കെ എവിടെ എന്ന് എല്ലാ വികാരങ്ങളും നമ്മളിലുണ്ട്. നിങ്ങൾ അത്ര പാവമാണെങ്കിൽ നമുക്ക് ഇതുവരെ നിന്ന് പോകാൻ പറ്റും. കള്ളത്തരൂല്ല. കള്ളത്തരം പറയേണ്ടി വരുന്ന ഏരിയയിൽ വെച്ച് ഞാൻ നിർത്തി. പുതിയ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സന്ദേശം, അതുകൊണ്ട് അത് നമുക്ക് കൊടുക്കണ്ട. നാടകത്തിൽ നിന്നായിരുന്നല്ലോ തുടക്കം. അമേച്ചർ നാടക വേദിയിൽ നിന്നായിരുന്നു ഇങ്ങനെ പതുക്കെ തുടങ്ങി സിനിമയിലേക്ക് വന്ന്. നാടകവേദിയിലേക്ക് പിന്നീട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? നാടകം ചെയ്യണം, നാടകവേദിയിൽ പോകണം? കുറേയൊക്കെ അങ്ങോട്ട് അഭിനയത്തിൽ നമ്മൾ ബിസി ആവുന്നതിന് മുമ്പ് കോസ്റ്റ്യൂം ചെയ്യുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കളിക്കും. സീസണിലൊക്കെ കോമ്പറ്റീഷനൊക്കെ പോയിക്കൊണ്ടിരുന്നു. സിനിമയിൽ പിന്നെ അങ്ങോട്ട് ബിസി ആയതിനു ശേഷം പോകാൻ പറ്റിയിരുന്നു. അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഒരു ഊർജം ശരിക്കും ഒരു മൈക്കൊക്കെ ഉള്ളു. അന്നത്തെ ഭയങ്കര ഇപ്പോഴത്തെ പോലത്തെ അത്ര നല്ല മൈക്കല്ല. എന്നാലും നമ്മൾ ഈ ഏത് പോയിന്റിൽ ഇരുന്നാലും കിട്ടണം. അപ്പോൾ അത്രയും അത് ഗംഭീരം. നാടകം ഒരു സ്റ്റേജിൽ കളിച്ച് വിജയിപ്പിക്കുന്നവൻ തന്നെ അവരെ നമ്മൾ അത്രയും വിലയിരുത്തേണ്ടത് തന്നെയാണ്. സിനിമയിൽ വിജയിച്ചിട്ടുള്ള ഒരു ഭൂരിഭാഗം പേരും നാടകത്തിൽ നിന്നും നാടകത്തിന്റെ കരുത്ത് ഉള്ളിലുള്ളതാണ്. പക്ഷെ അവർക്ക് ചിലർക്ക് സിനിമയൊക്കെ വരുമ്പോഴത്തേക്ക് യാഥാർത്ഥ്യത്തിൽ മാറാൻ പറ്റാതെ വരും. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അവനൊരു സൗകര്യവും സമാധാനം കിട്ടിയാൽ ചെയ്യും. അതൊരു വല്ലാത്ത ഇത് തന്നെയാണ്. നമ്മൾ ഈ പഴയ അംബാസഡർ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് പിന്നെ നമുക്ക് ഏത് വണ്ടി ഓടിക്കാം മാറിയുമ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ വല്ലാത്ത കഠിനമാണ്. ശരിക്കും കളരി. അതൊക്കെ ഒരിക്കലും നിന്നുപോകാതെ കുട്ടികളെയും തലമുറകളായിട്ട് മാറ്റി ചെയ്യേണ്ട കാര്യം. അന്നത്തെ നാടകവേദി വളരെ സമ്പന്നമായിരുന്നു. ഇന്നും കളികൾ നടക്കും, ഉപജീവനമായിരുന്നു. പക്ഷെ ഇന്ന് ആ നാടകവേദിയെ നിരീക്ഷിക്കാറുണ്ടോ? നിരീക്ഷിക്കാനില്ല, അതിനുള്ള അവസരം കൊടുക്കണില്ല. അവസരം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നില്ല. അപ്പോൾ നാടകം മോഹിച്ച് കുറേ പേരുണ്ടെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് സീരിയലിലൊക്കെ പോകണം. അവർക്ക് അല്ലെങ്കിൽ വരുമാനമില്ല. നാടകമൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നാടകം തട്ടിക്കൂട്ടി നല്ലൊരു നാടകമൊക്കെ സെറ്റ്. ഇപ്പോഴും നമ്മൾ കാസർഗോഡ് ആ ഭാഗത്തേക്ക് നാടകത്തിന് ജീവനുണ്ട്, ഉയരുണ്ട്. അതൊരു നാടകത്തിൽ വലിയ ടിക്കറ്റ് വെച്ച് അവർ കളിച്ച് അതിന് എല്ലാവർക്കും അതിനുള്ളൊരു വരുമാനത്തിനുള്ള വഴി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് ചെയ്യാൻ നമുക്ക് അവർക്കൊരു റിഹേഴ്സൽ ചെയ്യാനോ അതിനൊന്നുള്ളൊരു തിയേറ്ററോ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഒരു ജില്ലാ അടിസ്ഥാനമാക്കിയെങ്കിലും ഈ പറഞ്ഞ കണക്ക് ഓരോ അക്കാഡമിയും ചെയർമാനും ഒക്കെ വരുന്നതിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഓരോ ജില്ലയിലും ഒരു നാടകക്കാർക്ക് വേണ്ടി അവരുടെ ലൈറ്റും അതിൻ്റെ ഒരു വാടകയും മാത്രമൊക്കെ ചെയ്തിട്ട് അവന് റിഹേഴ്സൽ ചെയ്ത് അവന് ഒരാഴ്ചയെങ്കിലും അവൻ സെറ്റ് ചെയ്യണ നാടകം ടിക്കറ്റ് വെച്ച് കളിച്ച് അങ്ങനെ മാറി മാറി സംഘടനകൾക്ക് കളിക്കാം. അങ്ങനെ ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ലല്ലോ അവർ. എല്ലാം ഘോരഘോരമായിട്ട് പ്രസംഗിക്കും. അവനെ വിളിച്ചൊരു പൊന്നാടയിട്ട് ആദരിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതല്ല. അവൻ്റെ അന്നത്തിനുള്ള വഴിയോ ഇത് മുന്നോട്ട് നിലനിൽക്കാൻ വേണ്ടിയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കാണുന്ന നാടകം കലാനിലയം മാത്രമേ കേൾക്കുന്നുള്ളൂ. അവിടെ നാടകം കളിക്കുന്നുള്ളൂ. അത് അവർക്ക് അത്രയും സൗകര്യമുണ്ട് അവർ കൊണ്ട് കിടക്കുന്നത്. അതുപോലെയല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്തൊരു നാടകം കോമ്പറ്റീഷനൊക്കെ വേണ്ടി ഇപ്പോൾ ഒരു നാടകം സെറ്റ് ചെയ്തു അവരവിടെ കളിച്ച ശേഷം ഉത്സവപ്പറമ്പിൽ കളിക്കാം. അപ്പോൾ ഈ സീസൺ അല്ലാത്തപ്പോൾ അവർക്ക് നല്ല നാടകമാണെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പോലെ ഇഷ്ടമുള്ളവർ ടിക്കറ്റ് വിറ്റോ വീട്ടിൽ പോയി ടിക്കറ്റ് കൊടുത്തോ ഒക്കെ കയറ്റാൻ പറ്റൂലേ. അപ്പോൾ ഓരോ സമിതിക്കും ഒരാഴ്ച സ്ഥിരമായിട്ട് ഒരാഴ്ച അവരെടുത്താൽ ഇത്ര മണിക്ക് ഇത്ര ഷോ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന് നല്ലൊരു ഉപാധിയായിരുന്നു. ഈ സാഹിത്യം വല്ലാതെ തലക്ക് പിടിച്ചിട്ടുള്ള ഒരാളാണെന്നറിയാം. കാരണം ചേട്ടൻ്റെ വലിയൊരു ലൈബ്രറി ധാരാളം വായിക്കും. വാങ്ങിച്ചു വെക്കലൊക്കെ വായനയൊക്കെ കണക്കില്ല. വാങ്ങിച്ചു വെക്കും. ഈ ഒഴിവ് സമയം വീട്ടിലുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോഴ് ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണ് കൂടുതലും സൗകര്യം കിട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ റൂമിൽ തന്നെ ഇരിക്കുമല്ല. അന്നേരമൊക്കെ നന്നായിട്ട്. പക്ഷെ വലിയൊരു ലൈബ്രറി വീട്ടിലുണ്ടല്ലോ. അത് കുറേ കാലമായിട്ട് കഴിയുന്ന ബുക്സ് ഉണ്ട് അവിടെ. നമ്മള് ചെറുതിലെ അന്ന് എന്താ പറയാ അക്കൽധാമ മുതൽ കണ്ടുപിടിച്ച പ്രിന്റഡ് നാടകം നോക്കി നടക്കില്ലേ. അപ്പോഴും മുതലുള്ള ബുക്കുകൾ കുറേ ഉണ്ടല്ലോ അങ്ങനെ. പക്ഷെ അത് കാണുന്ന രസമാണ്. അത്രയും വലിയൊരു ലൈബ്രറി, അത്ര ബുക്കുകളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ട് കട്ടിലിൽ കുറെ ബുക്ക് കിടക്കണു. വായന അപ്പൊ ഈ വായന കൂടുതലായിട്ട് നടക്കുമ്പോൾ എഴുത്തുണ്ടോ? അങ്ങനെയില്ല. എഴുത്ത് കുറവ് തന്നെ. എഴുത്ത് തുടങ്ങി ഇപ്പോഴും ഈ
സൂചി നൂലും DC-ക്ക് പറഞ്ഞ് ചെയ്തില്ലേ, അത് ഞാൻ പറഞ്ഞെങ്കിലും ഷംസുദ്ദീൻ കുട്ടത്താണ് പകർത്തിയത്. പറഞ്ഞു റെക്കോർഡ് ചെയ്ത് കൊടുക്കും ഷംസുദ്ദീൻ. അങ്ങനെ ആയിരുന്നു വായിച്ചത്. പറഞ്ഞു കൊടുക്കും ജീവിതം പറയാൻ തുടങ്ങിയ കുറേ ഉണ്ട്. അപ്പോഴും ഷംസ് പറഞ്ഞു ചേട്ടാ അത് പറയും, അതെങ്ങനെ പറയും, അത് കുറച്ച് വിശാലമായിട്ട് അങ്ങനെ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ അങ്ങനെ പറഞ്ഞു. കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറയാം, ഞാൻ അതുപോലെ റെക്കോർഡ് ചെയ്യുന്നു. ഷംസ് തന്നെ പറഞ്ഞ് ഇത് ചേട്ടൻ തന്നെ എഴുതെങ്കിൽ ചേട്ടൻ്റെ ഭാഷ കിട്ടുള്ളൂ, പതുക്കെ ഞാൻ നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാം. വിശദമായിട്ട് പരിസരമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് തന്നെ എഴുതി ചേട്ടൻ വെയ്. അപ്പോൾ അച്ഛൻ്റെയൊക്കെ ഏരിയ പറയാനുണ്ടാവും, അതെനിക്ക് എഴുതാൻ പറ്റില്ല, അത് അത്രയും എന്നെ കൊണ്ട് കഠിനമായിട്ട് തോന്നും. അപ്പോൾ ആ ഏരിയയൊക്കെ ഞാൻ പറയും ഷംസു ആ ഏരിയ പറയുമ്പോൾ ഷംസു എന്ന് എഴുതി, എന്നിട്ട് ഞാൻ അതിൻ്റെ ലാക്കാം. അങ്ങനെ ആ ഏരിയയൊക്കെ കുറച്ച് ഏരിയ ഷംസു തന്നെ കൂടെ നിന്നൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ എഴുതി അതൊരു 3.5-4 വർഷം കൊണ്ടാണ് ആ ബുക്ക് തീർത്തത്, മാതൃഭൂമി. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ മാതൃഭൂമിയിൽ നൗഷാദ്ജി പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർക്ക് കൊടുക്കും. അത് ഇനി ഉദ്ഘാടനമൊന്നും ആയില്ല, പ്രകാശനവും ആയില്ല, അവർ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്നു. അത് ബയോപിക് ആയിട്ടാണ് അല്ലെങ്കിൽ കഥകൾ, കൊച്ചു കഥകൾ? എൻ്റെ ബാല്യം തന്നെ ലൈഫിൽ ഒന്നും മാറ്റിയിട്ടില്ല, ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ കാണിച്ച പോക്കൃത്തിനും എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതങ്ങനെയാണ്, അല്ലാത്തതാണെങ്കിൽ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞാൽ. പിന്നെ കുറേയൊക്കെ അമ്മ മരിക്കുന്നതിന് മുമ്പല്ലേ അമ്മ പറയും കുറേ കാര്യം, അന്നത്തെ വരെ നീ ഇതൊന്നും എഴുതലടാ, അതൊക്കെ നാണക്കേടല്ലേ, അതൊക്കെ നാണക്കേടല്ല. അമ്മേനെ നമ്മളെ ഭാഷയിൽ പങ്കമല്ല എന്ന് പറയുമ്പോൾ അതായത് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ ജീവിച്ചില്ല, അതൊരു കുഴപ്പമില്ല, നല്ല ആണെങ്കിൽ പോട്ടെ എന്നൊക്കെ മറ്റില്ല. ഞാനും ആലോചിച്ച് ഇത്രയേ ഉള്ളൂ. ഇപ്പം ചെറിയ എന്തെങ്കിലും കാര്യത്തിൽ 2 ദിവസം അഭിനയിക്കാൻ വന്നിട്ട് ക്യാരക്ടർ ചേട്ടാ നമുക്ക് കുറേ ദിവസം നടക്കണേ ചേട്ടാ, നമുക്ക് ക്യാരക്ടറൊന്നും കിട്ടണം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ നിരാശപ്പെടണമെങ്കിൽ പിന്നെ ഞാനൊക്കെ എവിടെ എന്ന് അവന് അങ്ങനെ വായിക്കുന്നവരുണ്ടെങ്കിൽ ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതി വെച്ചത്. നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്കൊക്കെ സിനിമ കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവന് വലിയ സൗകര്യമുള്ള കുടുംബത്തിൽ ഉള്ളവരാണ് അഭിനയിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളുള്ളവർക്ക് നമ്മളിവിടെ എങ്ങനെയോ നുഴഞ്ഞു കയറി നിൽക്കുകയല്ലേ. അപ്പോൾ അത് എന്തുണ്ടായിട്ടാണ് പാരമ്പര്യം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ലൈഫ് ഹിസ്റ്ററി തന്നെ കൃത്യമായിട്ട്, കള്ളത്തരൂല്ല. കള്ളത്തരം പറയേണ്ടി വരുന്ന ഏരിയയിൽ വെച്ച് നിർത്തി. അങ്ങനെ എന്താണോ മോഹിച്ചത് അവിടെ എത്തിയപ്പോൾ നിർത്തിയ. അതിന്റെ പേരെന്താ? ഇന്ദ്രധനുസ്. അത് കൊള്ളാം. അത് മാതൃഭൂമിയിലെ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തെ പേരാ. നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, വീക്കിലേക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു പോകാൻ. അപ്പം പറഞ്ഞു അതിന് വേറൊരു അർത്ഥമുണ്ട് അറിയോ എന്നൊക്കെ ചോദിച്ചു. മഴവില്ലേ. അത് കൊള്ളാം, നല്ല പേരാ ഇന്ദ്രധനുസ്. ചെറുപ്പകാലത്ത് പ്രണയം അതിമനോഹരമായൊരു വികാരമാണെന്ന് പറയാം. ഇപ്പൊ KP ഉമർ സാർ ഒരു പടത്തിൽ പറഞ്ഞു ഞാനൊരു വികാര ജീവിയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രണയകാലം എങ്ങനെയായിരുന്നു, അത് ഏത് കാലത്താണത് ഉണ്ടാവുന്നതെന്ന് തന്നെ മറന്നുപോയി, അറിയാൻ വയ്യ. പിന്നെ അതിൻ്റെ ഗവേഷണം ഏത് പ്രായത്തിലാണെന്നുണ്ട്, അത് പിന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ അവിടെ കടന്നുപോയത് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊന്നും നട്ടോട്ടമല്ലേ, അതിന് ചേരുന്നത് രൂപമല്ലല്ലോ. എന്നാലും അങ്ങനെയൊക്കെ ചിലതുണ്ടായിരുന്നു, അത് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൃത്രം എന്ന് പറഞ്ഞെടുത്ത് ഇൻവെർട്ടർ കോമയൊക്കെ പണ്ട് ശരീരപ്രകൃതി വെച്ചാണ് കൂടുതൽ ഈ തമാശകൾ പറഞ്ഞിരുന്നത്. അന്ന് പറഞ്ഞിരുന്ന തമാശകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നിസ്സഹായത കൊണ്ട് നമുക്കത് ചിലപ്പോൾ അംഗീകരിച്ചു കൊടുക്കേണ്ടിയും വരും. പക്ഷെ ഇന്നത് ഈ ടെലിവിഷനിലും കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് അത് കാണുമ്പോൾ, അന്നത്തെ ആ കളിയാക്കലുകൾ. ഇല്ല എനിക്ക് അന്ന് നിസ്സഹായത അങ്ങനെ തോന്നിയിട്ടുമില്ല. അന്ന് പരക്കെ അങ്ങനെ ആയിരുന്നു എല്ലാവരും. അങ്ങനെ അതൊരു കുറ്റം പറച്ചിലായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. ഈ അന്ന് തന്നെ പറയുന്ന ഒരു വാക്കാണല്ലോ, ഇന്ദ്രൻസ് കാറ്റടിച്ചാൽ പറന്നു പോവും എന്നൊക്കെ അന്ന് പറയുമായിരുന്നു. പറക്കും. ഇപ്പോ ഈ വലിയ അവാർഡുകളൊക്കെ കിട്ടി ഭാരം കൂടി കാറ്റടിച്ചാൽ പറക്കില്ല എന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? അത് നമ്മൾ ചെറുതായതുകൊണ്ട് പറയുന്ന ഒരു അടയാളമല്ലേ. അവാർഡ് കിട്ടുന്നതുകൊണ്ട് ഭാരം കൂടുന്ന എങ്ങനെയാണ്? അവാർഡിന്റെ ഒരു ഭാരം, ആ ഭാരമൊക്കെ വന്നാ പോയി. ഈ വിനയം അല്ലാതെ
ഭയങ്കര വിനയമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാന്തനാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നിടത്ത് ആരുടെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടേണ്ടി വന്നു. പിന്നെ ചെയ്യാം, അപ്പത്തെ എല്ലാ വികാരങ്ങളും നമ്മളിലുണ്ട്. പിന്നെ മര്യാദ പലയിടത്ത് കാണുന്നതോട് മര്യാദയ്ക്ക് പെരുമാറുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അത്ര പാവമാണെങ്കിൽ നമുക്ക് ഇതുവരെ നിന്ന് പോകാൻ പറ്റും. ഇത്രയൊക്കെ നിർത്തുമോ? കാര്യങ്ങളറിയാം, നമുക്ക് എല്ലാത്തിനും നമുക്കറിയാം. അപ്പൊ ദേഷ്യം വരും. പിന്നെ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത്? അത് ഈ ശരിക്കും നമ്മൾ ചെറിയ ക്യാരക്ടറാണ് ചെയ്യണമെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്തെന്നേ ചോദിക്കേണ്ടതുള്ളൂ. നമ്മൾ അതിലോട്ട് ഇടപെടില്ല. ഓക്കെ, നമ്മുടെ ക്യാരക്ടർ ചെയ്ത് പോകാമെന്നുള്ളതാണ്. വല്ല ചെയ്യാനുണ്ടാകുന്നുള്ള അപ്പോഴത്തന്നെ അറിയാമല്ലോ ഇന്ന ക്യാരക്ടർ. അതേ ചെയ്യണം. ഇത്തിരി വലിയ വേഷമാണ് നിങ്ങളാണെന്നെങ്കിൽ കൈ കൊടുക്കാൻ തന്നെ മടിക്കും. കാരണം ആദ്യമൊക്കെ അങ്ങനെ നല്ല കഥ കേട്ടിട്ടൊക്കെ പോയി ചെന്ന് വീഴുന്നത് ഈ കഥ നല്ലത് തന്നെ അതിനെ നശിപ്പിക്കും. ദൈനംദിനം അതിനെ കൊന്നുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടെ അഭിനയിക്കുന്നവരും കാണൂല, എല്ലാം പുതിയ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അത്രയും ഒരു ഉത്തരവാദിത്വമില്ലാതെ അതിനെ സമീപിച്ച് ആ സിനിമ തീർക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ച് പോകാനും പേടിയാണ്. നല്ല പരിചയമുള്ളവരല്ലേ, നല്ലൊരു അസോസിയേറ്റ് പോലും കാണൂല. അങ്ങനെ 2-3 നല്ല കഥ കേട്ട് പോയി ദുഃഖിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കഴിയണമെന്ന് വലിയ ആർട്ടിസ്റ്റുകളുള്ളത് പോയി ഒരു ദിവസമായാലും ഒരു വിഷമിക്കണ്ട. ആ പടം അത്രയും ചെലവ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് എത്തിക്കാനുള്ളൊരു ശ്രമവും എൻ്റെ ഭാഗത്തുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പണ്ട് ചെയ്തിരുന്ന ഈ കോമഡി ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ചിരിക്കാൻ മറ്റുള്ളവർക്ക് തോന്നുന്ന കഥാഗതിയാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചിരിക്കൂല. നമ്മൾ തന്നെ ചിരിച്ച് വശങ്കടയും. ആ കാലം അല്ലാത്തതുകൊണ്ടേ എൻ്റെ അടുത്ത് പഴയ ആ ടൈപ്പ് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചെന്ന് ചാടി കൊടുത്താൽ നമ്മൾ തന്നെ ചിരിക്കുള്ളൂ. കാരണം അതിന് അന്നൊക്കെ ചിരിച്ചതെന്ന് വെച്ചാൽ ആ കഥാഗതി അതിൻ്റെ പശ്ചാത്തലമൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ്, മറ്റുള്ള ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഒന്നുമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കോമഡി ആവില്ല. അപ്പോൾ അത് ഇഷ്ടമാണ് ചെയ്യാൻ, മുൻഗണന അതിന് തന്നെ കൊടുക്കും. പക്ഷെ അത് അതിൻ്റെ ടോട്ടൽ എങ്ങനെയാണ് ആര് ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിച്ചിട്ടാണെങ്കിൽ ഉത്സാഹം അത് ചെയ്യാനാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ പൂർണ്ണ സംതൃപ്തനാണോ? നമുക്ക് അങ്ങനെ ഒരുപാട് മോഹങ്ങളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് എപ്പോഴും തൃപ്തിയാണ്. അതിൻ്റെ ഒരു ഇന്നതുവരെ നമ്മളെ ഒരു ദൂരം അളന്ന് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് നിരന്തരമായിട്ട് നമുക്ക് ബോണസ് പോലെയാണ് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഭയങ്കര സന്തോഷമാണ്, തൃപ്തിയാണ്. ഇപ്പം ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ തയ്യൽ മെഷീൻ്റെ ശബ്ദം കേട്ട ഒന്ന് നിന്നിട്ട് നോക്കുമോ? ശബ്ദം കേട്ടില്ലെങ്കിൽ മെഷീൻ കണ്ടാലൊന്ന് തൊട്ടിട്ട് തന്നെ പോകും. അപ്പോഴും ആ മെഷീനൊക്കെ മാറി. അങ്ങനത്തെ മെഷീനൊന്നും ഇപ്പം കാണാനില്ല. ഇപ്പം ഇത്രയും ടേബിളൊക്കെ ഉള്ള വലിയ ഹൈ സ്പീഡ് സെറ്റപ്പൊക്കെയാണ്. ഒന്ന് കാലുവെച്ചാൽ അത് ഗംഭീരമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ തന്നെ അറിയില്ല. നമുക്ക് വർക്ക് ചെയ്യാൻ തന്നെ പറ്റൂല. നമുക്ക് ചവിട്ടി കിടക്കുന്ന സ്പീഡൊക്കെ അങ്ങനെയാണ്. അന്ന് മോട്ടർ ഫിറ്റ് ചെയ്യാം നമുക്കതിൽ. പക്ഷെ ഇത് അങ്ങനെ മോട്ടറൊന്നും പുറത്തില്ലാത്ത രീതിയിലുള്ള വളരെ വേഗം തന്നെ ഒരുപാട് പണിയാൻ പറ്റുന്ന, തയ്യൽ അറിയാവുന്ന ആൾക്കാർ കുറവെന്നുള്ളതാണ്. അറിയാവുന്നുള്ളവൻ പടപട ചെയ്യും. ഇത് ഈ തൊഴിൽ പഠിക്കാൻ ആരും ചെറുതിനെ വരുന്നില്ല. വളരെ രസകരമായൊരു പേരാണ് ഈ ഇന്ദ്രൻസ് എന്നുള്ളത്. ഇത് എവിടുന്ന് സെലക്ട് ചെയ്ത്? കടയ്ക്കാണല്ലോ പേര്. കടയ്ക്കിട്ട പേരാണ്. സുരേന്ദ്രനിൽ കുറച്ചെടുത്ത്. അതെങ്ങനെ? അനിയന്മാരും അളിയനും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് രസം കൂടെ ഇട്ടത്. വളരെ സിമ്പിൾ. ഞാൻ ഒറ്റയ്ക്കല്ല. അത് ശരി. സുരേന്ദ്രനിൽ നിന്ന് ഒരു ഇന്ദ്രനെടുത്തു. സുരേന്ദ്രനിൽ നിന്ന് ഇന്ദ്രനെടുത്തു. അനിയന്മാരൊക്കെ കൂടി എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് കൂടെ കൂട്ടുകൃഷി. ഇപ്പൊ ആരാണ് നടത്തുന്നത്? അനിയന്മാരെ. ഇപ്പൊ കോസ്റ്റ്യൂമൊക്കെ അളിയും ചെയ്യുന്നുണ്ട്. ഒരു നടന് പ്രായമാകുമ്പോൾ അയാളുടെ ഉള്ളിലെ നടൻ കരുത്തനാവും എന്ന് പറയാറുണ്ട്. ഈ കരുത്തനായ കഥാപാത്രങ്ങളെ പിടിച്ച് കയറ്റുന്നത് ആ കരുത്ത് തന്നെയാണ്. അത് എല്ലാ തൊഴിലും അങ്ങനെയാണ്. എല്ലാ തൊഴിലും നമ്മൾ ഇപ്പോൾ ആശാരിപ്പണി ചെയ്യുന്ന, മരപ്പണി ചെയ്യുന്ന ആൾ, കെട്ടിടം പണിയാൻ വന്ന ആൾ, മൂത്ത വയസ്സിലെന്ന് പറഞ്ഞാൽ അയാൾ അതെല്ലാം എടുത്തിടാ 2 കട്ടിലെടുത്ത് 2 തട്ട്, അതാ പരിചയത്തിൻ്റെയാണ്. പ്രായം അയാൾക്ക് വരുത്തി വയ്ക്കുന്ന അയാളെ ഒരു തികവാണ്. അത് അതിലും അഭിനയത്തിലും ഒക്കെ. അതാണ് ഞാൻ നേരത്തെ ഇപ്പം ഈ കഥാപാത്രം ചെയ്യുന്നത് ഇത്രയും കൊല്ലമായി ഞാൻ പറഞ്ഞതുകൊണ്ട്. അത്രയും കൊല്ലത്തെ
കാലം എന്നിലേക്ക് തന്ന കരുത്താണ്. അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ജീവിതം എന്താണ് പഠിപ്പിച്ചത്? ജീവിതം ഉത്സാഹിച്ച് നമ്മൾ മനസ്സ് വയ്ക്കുന്നിടത്ത് എത്താം. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മൾ മനസ്സ് വയ്ക്കണം, നമ്മളോടൊന്നിരിക്കണം എന്നൊക്കെ തന്നെയാണ്. പുതിയ കുട്ടികൾക്ക് നൽകാനുള്ള സന്ദേശമാണ്. അത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പുതിയ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സന്ദേശം. അതുകൊണ്ട് അത് നമുക്ക് കൊടുക്കണ്ട. അവർക്ക് ഉപദേശം അവർക്ക് ഇഷ്ടമല്ല. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അവരുടെ ഉപദേശം നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ തടി കേടാതെ നല്ല വഴിക്ക് പോവാം.